السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ ഫദ്ല് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി അല്ലാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ചേർക്കട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ടവരുടെ ഖബർ റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ മജ്ലിസിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി പരിപൂർണമായി നമ്മുടെ മുറാദുകൾക്ക് അല്ലാഹു ഹുസൂൽ നൽകട്ടെ, ഹാസിലാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ മരിച്ചുപോയയുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ പവിത്രമായ ദുൽഹിജ്ജയുടെ വളരെ വേറിട്ട രാവുകളാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. അപ്പോൾ റാഹത്തായിട്ട് ഓരോ കർമ്മങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക. ദിക്ർ സ്വലാത്തിലൊക്കെ മനസ്സാന്നിധ്യത്തോടുകൂടി നമ്മൾ പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കട്ടെ. ഈ പൊരിശേറിയ രാവിൽ അൽഹംദുലില്ലാ സൂറത്തുൽ ഫജ്ർ പാരായണമാണ് ആദ്യം. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله مولانا العظيم. അൽഹംദുലില്ലാ തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്ത് ആലു ഇംറാനിന്റെ 96, 97 ആയത്തുകളാണ്. നമ്മൾ പതിവായി ഓതിക്കൊണ്ടുവരുന്നവരാണ്. ഹജ്ജ് ഉംറ സിയാറ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം ഖൈർ കിട്ടുന്നതാണ് ഈ 2 ആയത്തുകൾ പാരായണം. അതാണ് നമ്മൾ ഓതുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا
ومن كفر فإن الله غني عن العالمين بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين തഖബ്ബലല്ലാഹ് സ്വദഖല്ലാഹു മൗലാനൽ അലീം. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്തുൽ കൗസറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈറിന്റെ വാതിലുകൾ തുറന്നു നൽകുന്ന അൽ കൗസർ, ധാരാളം ഖൈറിൽ ധാരാളിത്തം അല്ലാഹു നമുക്ക് തുറന്നു നൽകുന്ന പരിശുദ്ധമായ സൂറത്തുൽ കൗസർ 7 വട്ടം ഒരു ദിവസം പാരായണം ചെയ്ത് മുടങ്ങാതെ അങ്ങനെ ഡെയിലി പോന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിന്റെ ഉറവ ആ സമൂഹത്തിന് ഉറവ പൊട്ടി ഒലിപ്പിച്ചു കൊടുക്കുമെന്നാണ്. അത്രയേറെ ദാരിദ്ര്യം മാറാൻ, നമ്മുടെ കുടുംബത്തിൽ വല്ലാത്ത സന്തോഷവും റാഹത്തും ഉണ്ടാകാൻ, സാമ്പത്തികമായ ഞെരുക്കങ്ങളൊക്കെ മാറിക്കിട്ടാൻ, കച്ചവടം നന്നാകാൻ ഏറ്റവും ബെസ്റ്റാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും ചെറിയ സൂറ. നമ്മൾ പറഞ്ഞല്ലോ ക്ലാസ്സിൽ, ആ പദവികളൊക്കെ നമുക്ക് കിട്ടാൻ നമുക്ക് ബറക്കത്തിന് വേണ്ടി പാരായണം ചെയ്യാം. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله مولانا العظيم
തഖബ്ബലല്ലാഹ്, അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ സൂറത്തിന്റെ എല്ലാ ബറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹു വീതിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മൾ ഓതാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നമുക്ക് തലവേദനയാകുന്ന, വലിയ മാനസികമായ പ്രയാസപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ കടങ്ങൾ, സാമ്പത്തിക ബാധ്യത. അതെങ്ങനെ വീട്ടാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹം കൊണ്ട്, നിഅമത്ത് കൊണ്ടാ വീട്ടാൻ പറ്റുക. അതെങ്ങനെയാണ് ആ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ഹദീസുകളിലൂടെ ഒരു ദുആ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ദുആ ആത്മാർത്ഥമായി നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടി തരും. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ബറക്കത്ത് നൽകും. നമുക്ക് സാധാരണ ഒരു അമൽ ചെയ്യാൻ വേണ്ട, നമുക്കൊരു ജോലി ചെയ്യാൻ, ഇപ്പൊ സഹോദരിമാർക്ക് നമ്മുടെ വീട്ടിൽ അവർക്ക് അടുക്കളയിൽ പണിയെടുക്കാൻ പലപ്പോഴും നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ, പലപ്പോഴും മടികൾ, പല അമലുകളും മുടങ്ങിപ്പോകുന്നു, പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? മടി കൊണ്ടാണ്. കെസല്. തീർച്ചയായും അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ ചോദിക്കുമായിരുന്നു എന്നാണ്. ആ ദുആ അൽഹംദുലില്ലാ ആത്മാർത്ഥമായി നമ്മൾ കൊണ്ടുവന്നാൽ ഇതിൽ നിന്നെല്ലാം കാവലുണ്ടാവും. എഫക്റ്റീവായ ദുആണ് ഹദീസിൽ വന്നത്. നമുക്ക് എല്ലാവർക്കും ഓതാം. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ഓതാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, മടികൾ, ഹമ്മ്, ഹസൻ, ടെൻഷൻ, മാനസിക ഡിപ്രഷൻ, നമ്മുടെ മനസ്സിന്റെ വേദനകൾ എല്ലാം മാറുന്ന കടബാധ്യതയിൽ അല്ലാഹുവിന്റെ ഇടപെടലുണ്ടാകുന്ന വലിയ സഹായം കിട്ടുന്ന പരിശുദ്ധമായ ദുആ അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫഅലം അന്നഹു അഫ്ളല ദിക്റു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد
لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله مولانا العظيم. بارك الله لنا ولكم بالقرآن العظيم. آمين يا رب العالمين. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് അത്ഭുതങ്ങൾ അടങ്ങിയ ഖസീദത്തു കഫാക്ക 40 കാഫ് കൊണ്ട് മഹാനായ മുഹദ്ദിസ് റളിയല്ലാഹു തആല അൻഹു എഴുതി വെച്ചിട്ടുള്ള പ്രഗൽഭമായ ബൈത്താണ്. ഒരുപാട് ഖൈറും ബറക്കത്തും കിട്ടും. ഒരുപാട് ശർറുകൾ അല്ലാഹു സുബ്ഹാനഹു തആല തടഞ്ഞു വെക്കും. ഒരു കണ്ണേറോ സിഹറോ ഒന്നും ഏൽക്കില്ല. ശത്രുക്കൾ പരാജയപ്പെടും. വലിയ കാവലുണ്ടാകും. ആ പരിശുദ്ധമായ ബൈത്താണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലാം. يكفيك وكيفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك وكيفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك وكيفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ഖസീദത്തു കഫാക്ക അല്ലാഹു വച്ചിരിക്കുന്ന എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവിധ നിഅമത്തും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ തസ്ബീഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുപാട് ഖൈറുകൾ എന്ന് പറഞ്ഞാൽ 100 ഹജ്ജിന്റെ പോലും കൂലി നൽകാൻ കാരണമാകും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള പരിശുദ്ധമായ തസ്ബീഹിന്റെ ശകലം അതാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എൻ്റെ കൂടെ ചൊല്ല എല്ലാവരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇനി നമുക്ക് വളരെ പോരിശേറിയ വളരെ മഹത്വങ്ങളും ഖൈറുകളും കിട്ടുന്ന സ്വലാത്തുകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബു വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ ഖൈറുകൾ എമ്പാടും നമുക്ക് തുറന്നു നൽകുന്ന വിജയം ഉറപ്പായും. എവിടെ വിജയം? നമ്മൾ എവിടെയുള്ളത്, ഏത് മേഖലയിലുള്ളത്, ആ മേഖല മുഴുവൻ വിജയമാവും. ദുനിയാവിൽ നമുക്ക് വിജയം ഉണ്ടാകും, ആഖിറത്തിൽ വിജയം ഉണ്ടാകും, പഠനത്തിൽ വിജയം ഉണ്ടാകും, കച്ചവടത്തിൽ വിജയം ഉണ്ടാകും, കുടുംബജീവിതത്തിൽ വിജയം ഉണ്ടാകും. നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും വിജയം ഉറപ്പാണ്. അങ്ങനെ ഖൈറുകൾ തുറന്നു നൽകുന്ന സ്വലാത്തുൽ ഫാത്തിഹ, അതാണ് ഓതാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓതുക, തെറ്റുകൂടാതെ ഓതുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉലിഖ വൽ ഖാതിമി ലിമാ സബഖ അന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. تقبل الله. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഇരു ലോക വിജയികളിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ സ്വലാത്ത് ഇബ്രാഹിമിയ, നിസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിൽ നമ്മൾ ഓതുന്ന സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഏതാ? ഒറ്റ മറുപടിയേ ഉള്ളൂ, അത് സ്വലാത്ത് ഇബ്രാഹിമിയാണ്. മഹത്വത്തിൽ ബാക്കിയുള്ള സ്വലാത്ത് മുഴുവൻ അതിന്റെ താഴെയാണ്. അപ്പൊ സ്വലാത്തുകളുടെ രാജാവാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് ഇബ്രാഹിമിയ. അപ്പൊ തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും പറയാം. ഒരുപാട് പോരിശ കിട്ടുന്ന സ്വലാത്താണ്.
ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് നിസ്കാരത്തെ നമ്മൾ ചൊല്ലും, അല്ലാതെ ചൊല്ലുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ സ്വലാത്ത് സാധാരണ ചെല്ലാറുള്ളൂ. പക്ഷേ ആ ഒരു സ്വലാത്തിനുണ്ട് 10,000-കണക്കിന് സ്വലാത്തിന്റെ വീര്യം. അത്രയേറെ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവിലൂടെ ഡയറക്റ്റ് സ്വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. تقبل الله. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സ്വലാത്ത് ഖബൂൽ ചെയ്യട്ടെ. അതിന്റെ മുഴുവൻ ബറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്വലാത്ത് ഫാത്തിമിയ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചൊല്ലിയിരുന്ന സ്വലാത്താണ്. നമുക്ക് ഉഹദ് മലയോളം കടങ്ങൾ, കുന്നോളം കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സാമ്പത്തിക ഐശ്വര്യവും ബറക്കത്തും ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് ഒരു റാഹത്ത് കുടുംബത്തിൽ വരാനും നമ്മുടെ പ്രത്യേകമായ മുറാദുകൾ, ലക്ഷ്യങ്ങൾ ഉന്നം വെച്ച് നമ്മൾ കൽബിൽ ലക്ഷ്യമുണ്ട്, ഒരു മുറാദ് കൽബിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത്. അതൊക്കെ വീട്ടപ്പെടാനും പവറുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി اللهم صل على النور واهلي 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 اللهم صل على النور واهله تقبل الله آمين يا رب العالمين. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇനി നമുക്ക് ഒരു ഫാത്തിഹയുടെ ദുആ ചെയ്യാം. ഈ ഫാത്തിഹ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നിയ്യത്ത്? നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാര്, കൂട്ടുകുടുംബാദികൾ, മക്കൾ, അയൽവാസികൾ, പിന്നെ നമുക്ക് പരിചയമുള്ളവർ, പരിചയമില്ലാത്തവരെല്ലാം മുഅ്മിനീങ്ങളും മുഅ്മിനാത്തും, പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ വഫാത്തായി പോയി ഒരുപാട് സ്വാലിഹ്യങ്ങളുണ്ട്, സജ്ജനങ്ങളുണ്ട്. അവരെ കൂടെ നമ്മൾ നിയ്യത്തിൽ ആഡ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ നിയ്യത്ത് ചെയ്തിട്ട് എല്ലാവരും ഫാത്തിഹ ഓതുക, ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين الملك الجبار راج سيداയ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ഒരുമിച്ച് കൂടി ചൊല്ലിയതുമെല്ലാം നീ കബൂലാക്കണേ റബ്ബേ. പടച്ചവനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സുഹദാക്കൾ, ഖൈർ ഇൽമ സ്വലാഹിന്റെ ആളുകൾ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വല്ലുപ്പമാര്, വല്ലുമ്മമാര്, കാരണവന്മാർ, ഉസ്താദുമാര്, റബ്ബേ ഞങ്ങൾക്ക് പരിചയമുള്ളവരില്ലാത്തവര്, അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഖബറിൽ കിടക്കുന്നവര് എല്ലാവരുടെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ നീ ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വിഷമങ്ങള്, ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞവരുടെ പ്രയാസങ്ങള്, കടങ്ങള്, മക്കളില്ലാത്ത, വീടില്ലാത്ത, ജോലിയില്ലാത്ത, കഷ്ടപ്പെടുന്ന കുടുംബത്തിൽ പ്രയാസങ്ങളുള്ള റബ്ബേ, പല നിലക്കും രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവര്, അല്ലാഹുവേ എല്ലാത്തിനും സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മരിച്ചുപോയ കാരണവന്മാർ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, റബ്ബേ നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും അവരെ ഒരു നിലക്കും നീ വിഷമിപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചോനെ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ അപകടങ്ങളും അപകട മരണങ്ങളും മാരകமான രോഗങ്ങളും ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാഹ്. പടച്ചവനെ മുടങ്ങാതെ ഞങ്ങൾ ക്ലാസ് കേൾക്കുന്നവര്, മജ്‌ലിസിൽ പങ്കെടുക്കുന്നവര്, റബ്ബേ എപ്പോഴും ദുആ ചെയ്യാൻ പറയുന്നവര് മുറാദ് ഹസിലാക്കണേ അല്ലാഹ്. നീ ബറക്കത്തും ഖൈറും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നിനക്ക് ഏറ്റവും ഇഷ്ടം ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ദിനരാത്രങ്ങളിൽ ചെയ്യുന്ന ദിക്റുകളും നന്മകളും സ്വലാത്തുകളും ഖുർആനോത്തുകളുമാണല്ലോ റബ്ബേ. സാധുക്കളായ ഞങ്ങളുടെ എല്ലാ അമലുകളും അതിലേക്ക് നീ ചേർക്കണേ അല്ലാഹ്. പടച്ചവനെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മരിക്കാൻ ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന സാധുക്കളായ ഞങ്ങളുടെ നാവുകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الأنبياء المرسلين وآخر كلام الحمد لله السلام عليكم ورحمة الله وبركاته.